ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ ഭാവിയിൽ വലിയ വഴിത്തിരിവുകളായേക്കാമെന്ന് അന്വർത്ഥമാക്കുന്ന ഒരു കഥയുണ്ട് പുരാണത്തിൽ. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ ശ്രീ പരശുരാമൻ ഒരിക്കൽ മഹാദേവനെ ദർശിക്കുവാൻ എത്തുന്നു. കാവലായി നിന്ന് ശ്രീ ഗണപതി അദ്ദേഹത്തിനെ തടയുകയും മഹാദേവൻ ഗാഠമായ ധ്യാനത്തിലാണെന്നും അദ്ദേഹത്തിനെ ദർശിക്കാനാവില്ലെന്നും അറിയിക്കുന്നു. ഇതിൽ ക്രുദ്ധനായ പരശുരാമൻ ഗണപതിയുമായി യുദ്ധം ചെയ്യുന്നു. ജയിച്ചു നിൽക്കുന്ന ഗണപതിക്ക് നേരെ അദ്ദേഹം തൻ്റെ മഴുവെറിയുന്നു. പരശുരാമന് തൻ്റെ പിതാവ് സമ്മാനമായി നൽകിയ മഴുവെന്ന് തിരിച്ചറിഞ്ഞ ശ്രീ ഗണപതിയുടെ ഒരു കൊമ്പ് മഴുവിനാൽ ഛേദിക്കപ്പെടുന്നു. ക്രുദ്ധയായ പാർവതിയുടെ ക്രോധാഗ്നിക്ക് മുന്നിൽ തൻ്റെ അഹങ്കാരം അടിയറ വച്ച പരശുരാമൻ ഒടിഞ്ഞ കൊമ്പുകൊണ്ട് ഒരു മഹാഗാഥ എഴുതുമാറാകുമെന്ന് ഗണപതിയെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ വേദവ്യാസൻ്റെ അഭ്യർത്ഥന മാനിച്ച് ശ്രീ ഗണപതി വേദവ്യാസൻ രചിച്ച മഹാഭാരതം തൻ്റെ ഒടിഞ്ഞ കൊമ്പുകൊണ്ട് എഴുതി തീർക്കുന്നു. ഒരു വശം നടക്കുന്ന അനുഭവങ്ങൾ മറുവശം അനുഗ്രഹമായി മാറുമെന്ന സന്ദേശമാണ് ഈ കഥയിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത്.